നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സ് പേപ്പർ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പരീക്ഷയിൽ പലപ്പോഴും ആളുകൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം നിങ്ങൾ എഴുതുന്നത് ആക്ച്വലി ആ ഇൻവിജിലേറ്ററുടെ അടുത്തോട്ട് അല്ലെങ്കിൽ എക്സാമിനറുടെ അടുത്തോട്ട് കൺവേ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പല ആൾക്കാരും പേപ്പർ നോക്കിയാൽ നോക്കാനേ തോന്നില്ല, കുറേ നമ്പർ അവിടെയും ഇവിടെയും കുറേ വെട്ടും തിരുത്തും കുത്തും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു മാത്സ് പേപ്പർ ഒരു സബ്ജക്റ്റീവ് എക്സാമിന് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കിത് ഒരു പ്രോബ്ലത്തിലൂടെ ചെയ്യാം. പ്രോബ്ലം ഞാൻ ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതിൽ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തെല്ലാമാണ്, നിങ്ങൾ എങ്ങനെയാണ് ആ ആൻസർ പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാനിവിടെ ആ ക്വസ്റ്റ്യനിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ആ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നുള്ളതിലാണ്. നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ an arithmetic progression the sum of first three consecutive terms is 21 and the product of the first and third of these terms is 45. determine the terms. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. പല ആൾക്കാരും നേരെ നമ്പേഴ്സ് നേരെ എടുത്തിട്ട് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ടേംസ് 21 ആണ്, 21 ആണ്, ചിലപ്പോൾ ആൻസർ മാത്രം എഴുതിയേക്കും. അതല്ലാതെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഈ എക്സാം നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ അയാളുടെ അടുത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ആ ക്വസ്റ്റ്യനിലുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഗിവൺ സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് എന്താണ്? ഈസ് 20 എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ ഗിവൺ സം ഓഫ് ത്രീ ടേംസ് ഈക്വൽ ടു 21. ഇതാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം. ഓക്കെ, നൗ ഇതിൽ ഏതാണ് ഇനി ഫസ്റ്റ് ടേം ആയി എടുക്കേണ്ടത്? അതൊക്കെ ചില വേർഡ്സിൽ എഴുതുന്ന നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാണ്. അപ്പോൾ ഫസ്റ്റ് ടേം ലെറ്റ് ദ എ പി ബി. അപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് a മൈനസ് ടി കോമ എ പ്ലസ് ടി. ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇതാണ് 3 ടേംസ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 ടേംസിന്റെ സം എന്താണ്? അത് 21 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളത് എഴുതാൻ പോവാണ്. സോ ഇതിന്റെ സം എന്നുള്ളത് a മൈനസ് ഡി പ്ലസ് എ പ്ലസ് ടി ഈക്വൽ ടു 21. ഇനി അടുത്തത് നമുക്ക് എ പ്ലസ് എ 3a മൈനസ് ടി പ്ലസ് ഡി എന്തായി? 0 ആയി. അപ്പോൾ 3a ഈക്വൽ ടു 21. ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ എഴുതിയാൽ അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് മീൻസ് ആൻസർ തെറ്റാണെന്നല്ല, ഒരു അലൈൻമെന്റ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈക്വൽ ടു ഇട്ട് താഴോട്ട് ഇങ്ങനെ എഴുതുമ്പോൾ ഈക്വൽ ടു എപ്പോഴും അലൈൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന്റെ അടിയിൽ തന്നെയാണ് ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ 3a ഈക്വൽ ടു 21, a ഈക്വൽ ടു ഇതിനകത്ത് നേരെ താഴെ തന്നെ ഇടുക 21/3 അല്ലെ, ഈക്വൽ ടു 7. എന്തൊരു വൃത്തിന്റെ നോക്കിയേ, താഴെ അടിയിൽ 2 വര കൂടി വരച്ചാൽ സംഭവം വളരെ നീറ്റായി അല്ലെ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഓഫ് ദിസ് ടേം ഈസ് a മൈനസ് 45. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം? a മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ടി. അത് വീണ്ടും എഴുതുമ്പോൾ നമ്മൾ നേരെ ഈക്വൽ ടുന്റെ താഴെ എഴുതേണ്ട, ഒന്ന് സ്പേസ് മാറ്റിയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ ഹിയർ ഞാൻ എഴുതാൻ പോകുന്നത് a മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി ഈക്വൽ ടു എന്താണ്? 45 അല്ലെ. അപ്പോൾ എ സ്ക്വയർ വീണ്ടും ഈക്വൽ ടു ഒരേപോലെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 45. ഇപ്പൊ നിങ്ങൾ നോക്കുന്നത് 2 ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പൊ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കും കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഇൻവിജിലേറ്റർ ഉണ്ടെങ്കിൽ അയാൾക്കും കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ ഗുണം എന്താ? മറ്റേത് അയാൾക്ക് ചിലപ്പോൾ ലാസ്റ്റ് ഒരു ആൻസർ നോക്കിയിട്ട് ആൻസർ മാത്രം തെറ്റാണ്, ചിലപ്പോൾ 0 മാർക്ക് വരും. പക്ഷെ ഇവിടെ സ്റ്റെപ്സ് നമ്മൾ ബ്ലോക്ക് ആയിട്ട് എഴുതുകയാണെങ്കിൽ ആ സ്റ്റെപ്സിനുള്ള മാർക്ക് നമുക്ക് ഒന്നുകൂടി കിട്ടാനുള്ള സാധ്യത എന്താണ്? ഇവിടെ ആക്ച്വലി കൂടുതലാണ്. എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 45. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഞാൻ അടുത്ത പേജിലോട്ട് പോവാണ്. എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 45. എ എന്നുള്ളത് 7 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 7 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 45. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 45 അല്ലെ. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു 49 മൈനസ് 45. ഡി സ്ക്വയർ ഈക്വൽ ടു 4. ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 4 അല്ലെ. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ വി ഗോട്ട്, നമുക്ക് എഴുതാം. നമുക്ക് കിട്ടിയ റിസൾട്ട്സ് എല്ലാം ജസ്റ്റ് മേ ബി നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. സോ വി ഗോട്ട് എ ഈക്വൽ ടു 7, ഡി ഈക്വൽ ടു 2 അല്ലെങ്കിൽ മൈനസ് 2 എടുക്കുക, ഏതെങ്കിലും ഞാൻ എൻ്റെ മാത്സിലോട്ട് കൂടുതൽ പോകുന്നില്ല. സോ നമുക്ക് പിന്നെ അതൊന്ന് ഒരു സെന്റൻസ് ആക്കി എഴുതുകയാണെങ്കിൽ ഹെൻസ് ദ എ പി ഈസ് 7 മൈനസ് 2, 7, 7 പ്ലസ് 2, 5, 7, 9 അല്ലെ, ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്കിതൊരു ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് കറക്റ്റ് ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടാണുള്ളത്. നമുക്ക് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് കൃത്യമായി സെന്റൻസിൽ ഹെൻസ്, ദെയർ ഫോർ, സോ ദാറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒരു പൊടിപ്പ് അങ്ങനെ നമ്മൾ ഇട്ടുകൊടുക്കുക. അതൊക്കെ ടീച്ചേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊരു വര വരയ്ക്കുക. ഓക്കെ, ഈ വര കൂടി വരച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. ഓക്കെ, സംഭവം അടിപൊളിയായി. ഇനി ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും തെറ്റ് വന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ബ്ലോക്ക് നമ്മൾ എഴുതിയത് തെറ്റാണ്. ഈ ബ്ലോക്ക് എഴുതിയത് തെറ്റാണെങ്കിൽ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക, നേരെ എടുത്തിട്ട് കുറെ കുത്തിവര ഇങ്ങനെ വരക്കും അല്ലെ. ഇതന്നെ പ്രശ്നം. അല്ലെങ്കിൽ ഇങ്ങനെ 2-3 അല്ലെങ്കിൽ ഇങ്ങനെ 2-3 വരകൾ അങ്ങനെ വരക്കും. അതിന് പകരം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്, ഒരൊറ്റ വര ഇങ്ങനെ വരക്കുക, അടിയിൽ ചെറിയ വരട, മുകളിൽ ചെറിയ വരട. നിങ്ങൾ നോക്കൂ, ഇത് നോക്കേണ്ടതില്ല എന്നുള്ളത് ഒരു ഇൻവിജിലേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റാണ്, അല്ലെങ്കിൽ എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റാണ്. ഇത് നോക്കേണ്ടതില്ല. ആ ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര മനോഹരമായിട്ട് നമ്മുടെ എക്സാം പേപ്പേഴ്സ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് വായിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷമായിരിക്കും. അവർക്ക് കൂടുതൽ മാർക്ക് തരാൻ തോന്നും. ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാലും 3 മാർക്ക് തരേണ്ടത് ചിലപ്പോൾ 4 മാർക്ക് അല്ലെങ്കിൽ 3.5 മാർക്കൊക്കെ തരും. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മുടെ ആൻസർ പേപ്പേഴ്സ് നമ്മൾ സംവിധാനിക്കുക. വളരെ കൃത്യമായിട്ട് വെട്ടുകയാണെങ്കിൽ പോലും ശാസ്ത്രീയമായ രീതിയിൽ വെട്ടുക. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനി ഒരുപാട് ടിപ്സ് എക്സാംസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.